ചരിത്രപാഠം എപ്പിസോഡ് 24. പേർഷ്യയുടെ മാനസാന്തരവും സപ്പോർ ചക്രവർത്തിയുടെ മതപീഡനവും. റോമ സാമ്രാജ്യത്തിൽ ക്രിസ്തുമതം പ്രചരിക്കുന്ന സമയത്ത് തന്നെ സാമ്രാജ്യത്തോട് ചേർന്ന് കിടന്ന അർമേനിയ, ജോർജിയ, ഒഷ്രോൺ എന്നീ രാജ്യങ്ങളും ക്രിസ്തുമതം സ്വീകരിച്ചു. ഇവയോട് ചേർന്ന് കിടന്ന പേർഷ്യയിലും ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ ക്രിസ്തുമതം പ്രചരിക്കുകയാണ്. കാലക്രമത്തിൽ പേർഷ്യയിൽ ക്രിസ്ത്യാനികളുടെ എണ്ണം വർദ്ധിച്ചു. അവർ പള്ളികൾ പണിയുകയും വൈദികരെയും മിത്രാന്മാരെയും നിയമിക്കുകയും ചെയ്തു. പേർഷ്യയിലെ സ്വരാഷ്ട്രീയൻ മതത്തിൻ്റെ പുരോഹിതരായിരുന്ന മാഗിയർ ക്രിസ്ത്യാനികളുടെ എണ്ണത്തിൽ ഉണ്ടായ വളർച്ചയിൽ അസൂയാലുക്കളായി. പേർഷ്യയുടെ തലസ്ഥാനമായ സെലൂഷ്യാക്ടെസിഫോണിൽ മെത്രാനായിരുന്ന ഷെമിയോനെതിരെ അവർ ഭരണാധികാരിയായ സപ്പോ രണ്ടാമൻ രാജാവിൻ്റെ പക്കൽ ആരോപണങ്ങൾ ഉന്നയിച്ചു. അദ്ദേഹം റോമൻ ചക്രവർത്തിയുടെ സ്നേഹിതനാണെന്നും പേർഷ്യക്കാരുടെ കാര്യങ്ങൾ റോമാക്കാരെ അറിയിക്കുന്നുവെന്നും ആരോപിച്ചു. സപ്പോർ ഈ ആരോപണങ്ങൾ വിശ്വസിച്ചു. ശിക്ഷയായി ക്രിസ്തുമത വിശ്വാസികളുടെ മേൽ ഭാരിച്ച നികുതി ചുമത്തി. അവർ ക്രൈസ്തവ വിശ്വാസം ത്യജിക്കാനും സ്വരാഷ്ട്രീയ മതം സ്വീകരിക്കാനുമാണ് അങ്ങനെ ചെയ്തത്. പിന്നീട് വൈദികരെയും ദൈവാരാധനയ്ക്ക് നേതൃത്വം നൽകുന്നവരെയും വാളുകൊണ്ട് വെട്ടിക്കൊല്ലാൻ രാജാവ് കൽപ്പിച്ചു. പള്ളികൾ തകർത്ത് തിരുപാത്രങ്ങൾ ട്രഷറിയിൽ നിക്ഷേപിച്ചു. രാജ്യത്തിനെതിരെയും പേർഷ്യൻ മതത്തിനെതിരെയും തെറ്റ് ചെയ്തെന്നും ഒറ്റുകാരൻ ആണെന്നും ആരോപിച്ച് മെത്രാൻ ഷെമിയോനെ രാജ്യദ്രോഹിയായി മുദ്രകുത്തി. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ക്രൈസ്തവ പ്രാർത്ഥനാലയങ്ങൾ ഒന്നൊന്നായി തകർത്തു. ഷെമിയോനെ വിലങ്ങ് വെച്ച് രാജസമക്ഷം കൊണ്ടുവന്നു. കഠിനമായ പീഡനങ്ങൾക്കിടയിലും അദ്ദേഹം തൻ്റെ ക്രൈസ്തവ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ടിരുന്നു. തുടർന്ന് രാജാവ് മെത്രാനോട് സൂര്യനെ ആരാധിക്കാൻ കൽപ്പിച്ചു. അദ്ദേഹത്തിന് സമ്മാനവും ബഹുമാനവും വാഗ്ദാനം ചെയ്തു. അനുസരിച്ചില്ലെങ്കിൽ അദ്ദേഹത്തെയും ക്രിസ്തീയ സമൂഹം മുഴുവനെയും കൊന്നുകളയുമെന്നും ഭീഷണിപ്പെടുത്തി. ഇതുകൊണ്ടൊന്നും അദ്ദേഹം ഭയപ്പെടുകയോ വാഗ്ദാനങ്ങളാൽ വശീകരിക്കപ്പെടുകയോ ചെയ്തില്ല. തൻ്റെ മതത്തെ ഒറ്റിക്കൊടുത്ത് സൂര്യനെ ആരാധിക്കുകയില്ലെന്ന് തറപ്പിച്ചു പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കാൻ രാജാവ് കൽപ്പിച്ചു. മെത്രാൻ മനസ്സ് മാറ്റുമെന്ന് കരുതിയാണ് രാജാവ് അപ്രകാരം ചെയ്തത്. മാർ ഷെമിയോൻ്റെ ഈ വിശ്വാസവും ധീരതയും കണ്ട് രാജാവിൻ്റെ വളർത്തുപിതാവും കൊട്ടാരത്തിലെ പ്രധാന കാര്യസ്ഥനുമായിരുന്ന ഉസ്താസനും ക്രൈസ്തവ വിശ്വാസം ഏറ്റുപറഞ്ഞു. രാജാവ് അദ്ദേഹത്തിൻ്റെയും തല വെട്ടാൻ കൽപ്പിച്ചു. വധിക്കപ്പെടുന്നതിന് മുൻപുള്ള അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ശ്രദ്ധേയമാണ്. ഓ രാജാവേ, എൻ്റെ യൗവനം മുതൽ ഇന്ന് വരെ ഞാൻ നിൻ്റെ ഭവനത്തിന് സ്വീകാര്യനായിരുന്നു. നിൻ്റെ പിതാവിനെയും നിന്നെയും ശ്രദ്ധാപൂർവം ഉചിതമായി ഞാൻ സേവിച്ചു. എൻ്റെ പ്രസ്താവന തെളിയിക്കാൻ എനിക്ക് സാക്ഷികളെ ആവശ്യമില്ല. ഇത് എല്ലാവർക്കും അറിവുള്ളതാണ്. കൊട്ടാരത്തിൽ എന്തെങ്കിലും കള്ളത്തരം കാട്ടിയതിന് അല്ല എൻ്റെ തല വെട്ടുന്നത്, പിന്നെയോ ക്രിസ്ത്യാനി ആയതിനാലാണ്. തൻ്റെ രക്തസാക്ഷിത്വം ക്രിസ്തുമതത്തിൽ ഉറച്ചു നിൽക്കാൻ പേർഷ്യക്കാരെ സഹായിക്കും എന്ന് ഉസ്താസൻ വിശ്വസിച്ചു. തുടർന്ന് മാർ ഷെമിയോനെ ബന്ധിക്കാൻ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. അദ്ദേഹത്തെ വീണ്ടും ജയിലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. ക്രിസ്തുമതത്തെക്കുറിച്ച് രാജാവിനോട് വളരെ ശ്രേഷ്ഠമായി സംസാരിച്ചു. അന്നേ ദിവസം മറ്റ് 100 തടവുകാരെയും തലവെട്ടിക്കൊല്ലാൻ രാജാവ് കൽപ്പിച്ചു. ഷെമിയോൻ്റെ കൺമുമ്പിൽ വെച്ച് അവരെ വെട്ടിക്കൊന്നു. അവസാനം മാർ ഷെമിയോനെയും കൊന്നു. ഈ രംഗം ദർശിച്ച മറ്റു ചിലരും ക്രൈസ്തവ വിശ്വാസം ഏറ്റുപറഞ്ഞ് രക്തസാക്ഷിത്വം വരിച്ചു. പിറ്റേ വർഷം ഉയിർപ്പ് തിരുനാൾ ദിവസം ക്രിസ്ത്യാനികൾ എന്ന് ഏറ്റുപറയുന്ന എല്ലാവരെയും കൊന്നുകളയുവാനുള്ള വിളംബരം പേർഷ്യയിൽ ഉടനീളം പ്രസിദ്ധീകരിച്ചു. കൊട്ടാരത്തിൽ രാജാവിനോട് അടുപ്പമുണ്ടായിരുന്ന അനേകരും വിശ്വാസം സ്വമേധയാ ഏറ്റുപറഞ്ഞ് രക്തസാക്ഷികളായി. ഷെമിയോൻ്റെ സഹോദരി തർബുളയെയും വധിച്ചു. ക്രിസ്ത്യാനികളെയെല്ലാം വിവേകരഹിതമായി കൊന്നെടുക്കുന്നതിന് പകരം വൈദികരെയും പ്രബോധകരെയും കൊന്നാൽ മതിയെന്ന് സപ്പോർ ഓർഡർ കൊടുത്തു. സപ്പോറിൻ്റെ ഭരണകാലത്ത് എണ്ണമറ്റ വൈദികരും ഡിക്കന്മാരും സന്യസ്തരും കന്യകകളും സഭാ ശുശ്രൂഷകരും പ്രബോധകരും കൂട്ടത്തോടെ രക്തസാക്ഷിത്വം മുകടം ചൂടി. ആദിമ ക്രൈസ്തവരുടെ ജീവിത വിശുദ്ധിയും രക്തസാക്ഷിത്വവുമാണ് ക്രിസ്തുമതം എല്ലായിടത്തും പ്രചരിക്കാൻ കാരണമായതെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു.